തവ സത്യപരാക്രമവാരിധേ രാമ. പോകുമാറില്ലീ വഴിയാരുമേ ഇതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. മഹർഷേ, ഇതാ ഒരു സർപ്പം. ഉപദ്രവിക്കണ്ട, അത് ഇഴഞ്ഞു പൊയ്ക്കോട്ടെ. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അല്ലേ മഹർഷേ? അതെ, നടന്ന് ക്ഷീണിച്ചു അല്ലേ കുമാരാ? അതെ, വല്ലാതെ വിശക്കുന്നു. സ്വാഭാവികമാണത്. മനസ്സിൽ ചിന്തിക്കുമ്പോൾ വിഭവങ്ങൾ മുന്നിലെത്തുന്ന രാജധാനി അല്ല ഇത്, വനമാണ്. ഘോരവനം. ഇച്ഛിക്കുന്ന ഭക്ഷണം ലഭിക്കാനുണ്ടാവില്ല. സാരമില്ല, ഭക്ഷണേച്ഛ തന്നെ ഇല്ലാതാക്കുന്ന മറ്റൊരു വിദ്യയുണ്ട്. ലൗകിക ജീവിതത്തിൽ ഭക്ഷണേച്ഛ വെടിയണമെന്നാൽ ജീവിതം തന്നെ വെടിയണമെന്നല്ലേ മഹർഷേ? ഇത് ഉചിതമാണോ? ഉചിതാനുചിത വിചിന്തനങ്ങൾ പിന്നെ. വിശപ്പും ദാഹവും അകറ്റാൻ ഞാനൊരു മന്ത്രം ഉപദേശിക്കാം. ബലയും അതിബലയും. രണ്ടുപേരും അടുത്തേക്ക് വരൂ. മാറിയല്ലോ ജ്യേഷ്ഠാ, എനിക്കൊരു ഉന്മേഷം തോന്നുന്നു. ശരി, എന്നാൽ നടക്കാം. ഇനി ഒരിക്കലും വിശപ്പും ദാഹവും നിങ്ങൾ അലട്ടുകയില്ല. ഇതുവരെ നമ്മൾ കടന്നു വന്ന വനപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടം. ഒരു ജന്തുവിനെ പോലും ഇവിടെ കാണാനില്ല. അതെ, നിർജ്ജനമാണ് ഈ വനം. ഈ വനത്തിൽ ആരും കടക്കാറില്ല. കടക്കുന്നവർ മടങ്ങി പോകാറുമില്ല. ഇത് ഭീകര രാക്ഷസിയായ താടക വസിക്കുന്ന വനപ്രദേശമാണ്. താടകയോ? അതാരാ? താടക അതൊരു വലിയ കഥയാണ്. പണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ ചതിച്ചു കൊന്നു. അതിന്റെ പാപം തീരാൻ ഇന്ദ്രൻ സഹസ്രകലശമാടി അതിലൂടെ ഒലിച്ചിറങ്ങിയ പാപക്കറ പതിച്ച സ്ഥലം ഇവിടമാണത്. ഇത് ഇന്ദ്രന്റെ അരുളപ്പാടനുസരിച്ച് മലതം, കരൂഷം എന്നീ രണ്ട് രാജ്യങ്ങളായി മാറി. ഇന്ദ്രകൽപിതമായ ഈ നാടും താടകയുമായി എന്താണ് ബന്ധം? താടക ഒരു യക്ഷപുത്രിയായിരുന്നു. സുകേതു എന്ന യക്ഷന്റെ മകൾ. ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് സുകേതു നേടിയ വരപ്രകാരം അവൾക്ക് 1000 ആനകളുടെ ശക്തി ലഭിച്ചു. വളർന്നപ്പോൾ അവൾ സുന്ദൻ എന്ന അസുരന്റെ പത്നിയായി. പക്ഷേ മഹർഷേ, യക്ഷശ്രീയായ താടക എങ്ങനെയാണ് രാക്ഷസിയായത്? പറയാം. അഗസ്ത്യമുനി സുന്ദനെ ശപിച്ച് നശിപ്പിച്ചു. അതിന് പ്രതികാരം ചെയ്യാൻ വന്ന താടകയെ അഗസ്ത്യൻ ശപിക്കുകയായിരുന്നു. എന്താണ് അഗസ്ത്യമുനി നൽകിയ ശാപം? നീ നരഭോജിയും വിരൂപയും വികൃത വദനവുമായ രൂപമായി തീരട്ടെ എന്നായിരുന്നു അഗസ്ത്യമുനി ശപിച്ചത്. അങ്ങനെയാണ് താടക ഭീകര രൂപിയും രാക്ഷസിയുമായി മാറിയത്. അവൾ കാലാകാലങ്ങളായി ഈ പ്രദേശം അടക്കി മുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീ എന്ന പരിഗണന നൽകി നേർവഴി വെടിഞ്ഞു പോവുകയാണോ? ദുഷ്ടതയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമില്ലെന്ന് ഉറപ്പിച്ച് നേരിട്ട് വധിക്കുകയാണോ? നേരിടുക, നിഗ്രഹിക്കുക. രൂപം കൊണ്ട് മാത്രമാണ് അവൾ സ്ത്രീ. ത്രൈണഭാവം ഏതുമില്ല. ശിഷ്ടജന രക്ഷയ്ക്ക് വേണ്ടി ദുഷ്ടയെ സ്ത്രീ എന്ന പരിഗണന നൽകാതെ വധിക്കാം. അതാണ് ധർമ്മനീതി. രാമ, നീ അത് ചെയ്യണം. നിനക്ക് മാത്രമേ അത് കഴിയൂ.
സ്ത്രീഹത്യ പാപമാണ്. എന്നാൽ സ്ത്രീയുടെ സഹജഭാവം വെടിഞ്ഞ് സഹജീവിദ്രോഹവും ദുഷ്ടതയും വ്രതമാക്കിയതിലൂടെ താടക സ്ത്രീത്വത്തെ അതിലംഘിച്ചവളും സമൂഹത്തെ ദ്രോഹിക്കുന്നവളുമായി മാറുന്നു. പ്രജാക്ഷേമത്തിനും ദേശരക്ഷയ്ക്കും അനിവാര്യമെന്നു വന്നാൽ സ്ത്രീഹത്യയും തെറ്റല്ല